അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പെർഫോമ എന്ന് പറയുന്നത്. അതിപ്പോൾ ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലായാലും ശരി തന്നെയാണ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലായാലും ശരി തന്നെയാണ്. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പെർഫോമ. ഇപ്പോൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, അത് മീൻസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ ഒറ്റ അക്കൗണ്ട്സ് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമാണ്. സോ നമ്മളിപ്പോൾ അതിൻ്റെ മോഡൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസ്സിൽ 2 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് കരുതിക്കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ എയും ബി എന്നും പറയുന്ന 2 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പെർഫോമൻസ് നമ്മളിപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. സോ അറിയാലോ, ഈ സൈഡ് ഡെബിറ്റ്, ആ സൈഡ് ക്രെഡിറ്റ് സൈഡാണ്, അഥവാ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും. ഇനി നമ്മൾ നേരെ ആദ്യം ഒരു കോളം കിടക്കുന്നു, അവിടെ ഡേറ്റ്. ആദ്യത്തെ കോളം ഡേറ്റ്. രണ്ടാമത്തെ കോളം നമ്മൾ എന്താണോ സംഭവിച്ചത് ആ കാര്യങ്ങൾ, ട്രാൻസാക്ഷൻ, സാലറി എങ്കിൽ സാലറി, ക്യാഷ് എങ്കിൽ ക്യാഷ് എഴുതുന്ന ആ കോളം, അഥവാ ആ കോളത്തിനെയാണ് പർട്ടിക്കുലർസ് എന്ന് വിളിക്കുന്നത്. നിങ്ങളെല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം കൃത്യമായി പഠിച്ചവരായിരിക്കാം. ദെൻ നമ്മൾ നേരെ അടുത്ത കോളം ജേണൽ ഫോളിയോ, J/F എന്നിരുന്നു. ദെൻ അത് കഴിഞ്ഞുള്ള കോളംസ് 2 എമൗണ്ട് കോളങ്ങളാണ്. 2 3 വേണ്ടതെന്ന് നിശ്ചയിക്കുന്നത് പാർട്ട്നേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചാണ്. നമ്മളിപ്പോൾ എടുക്കുന്ന മോഡലിൽ 2 പാർട്ട്നേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2 എമൗണ്ട് കോളം. എയുടെ എമൗണ്ട്സ് എഴുതാൻ എയുടെ എമൗണ്ട് കോളവും ബിയുടെ കാര്യങ്ങൾ എഴുതാൻ ബിയുടെ എമൗണ്ട് കോളംസ്. ഓക്കെ, ദെൻ ഒരു വശം തീർന്നിരിക്കുന്നു. ഇനി ഇതേ ഐറ്റംസ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക്, ദെൻ ലെഫ്റ്റ് സൈഡ് തുടങ്ങുകയാണ്, ക്രെഡിറ്റ് സൈഡ് തുടങ്ങുകയാണ്. ഫസ്റ്റ് ഡേറ്റ്, പർട്ടിക്കുലർ, ജേണൽ ഫോളിയോ. ദെൻ എത്ര പാർട്ട്നേഴ്സ്? 2 പാർട്ട്നേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് എ ആൻഡ് ബി. ഇനി അഥവാ മൂന്നാമതൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അടുത്തൊരു കോളം കൂടെ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പെർഫോമ എന്ന് പറയുന്നത്. 2 പാർട്ട്നേഴ്സിന് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പെർഫോമ ആണ്. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്, ആദ്യം പഠിക്കുന്ന മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും കൂടെ ചേർത്ത് ഒറ്റ അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ വലതുവശം, അപ്പോൾ നമ്മുടെ ഇതിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ വലതുവശം എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡാണ്. ആ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് എഴുതണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞ ഐറ്റംസ് ഞാൻ ഒന്നും കൂടെ പറയുന്നു. ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ബാലൻസ്, ഓക്കെ, പുതിയ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നെങ്കിൽ അത് 2. 3 സാലറി പാർട്ട്നേഴ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 കമ്മീഷൻ, 5 പ്രോഫിറ്റ്. ഇത്രയും കാര്യങ്ങൾ ആണ് എവിടെ വരിക? നോർമൽ കേസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ വലതുവശത്ത് അഥവാ ക്രെഡിറ്റ് സൈഡിൽ വരുവാനുള്ള. ഏതൊക്കെയാണ് നമ്മൾ ഒന്നുകൂടെ നോക്കാം. ഓപ്പണിംഗ് ബാലൻസ്, അഥവാ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് തന്നിരിക്കും. അഥവാ എയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓപ്പണിംഗ് ബാലൻസ് ഇത്രയാണ്, ബിയുടെ ഓപ്പണിംഗ് ബാലൻസ് ഇത്രയാണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എഴുതുന്നത് ബാലൻസ് അല്ലെങ്കിൽ ബൈ ബാലൻസ്, B/B അഥവാ ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞു. ക്വസ്റ്റ്യനിൽ നമുക്ക് എയുടെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ നേരെ കൃത്യമായിട്ട് എയുടെ കോളത്തിലേക്ക് ആ എമൗണ്ട് എഴുതുക. ഇനി ബിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ബിയുടെ കോളത്തിലേക്ക് എഴുതുക. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഐറ്റം അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. സപ്പോസ് ബിസിനസ്സിന് ചില സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യാൻ കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമുള്ള സമയത്ത് ചിലപ്പോൾ എ കൊണ്ടുവരാം, ചിലപ്പോൾ ബി കൊണ്ടുവരാം, ചിലപ്പോൾ 2 പേരും ഒരുമിച്ച് കൊണ്ടുവരാം. ഞാൻ ഇവിടെ പറയുന്ന സിറ്റുവേഷനിൽ ഞാൻ തൽക്കാലം എ മാത്രമേ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെഴുതണം? ബൈ, ഈ സൈഡിലാണ് കൊണ്ടുവരുന്നത് കൊണ്ട് ബൈ ക്യാഷ്. എന്തുവായിരുന്നു? അഡീഷണൽ ക്യാപിറ്റലായിരുന്നു. സോ എ മാത്രം കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എയുടെ കോളത്തിലേക്ക് എഴുതുന്നു. പറഞ്ഞ ക്ലിയർ ആയെന്ന് തോന്നുന്നു. അഥവാ ബിയും കൊണ്ടുവന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണേ? ബിയുടെ കോളത്തിൽ എഴുതിയേ. ഇനി എ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ബിയുടെ കോളത്തിൽ മാത്രം എഴുതും, എയുടെ കോളത്തിൽ ജസ്റ്റ് ഒരു വര ഇട്ട്. 2 പേരും കൊണ്ടുവന്നില്ല എങ്കിൽ ഈ ഒരു ഐറ്റം മൊത്തത്തോടെ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട. ഓക്കെ, ക്ലിയർ ആയോ? സോ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ എക്കാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ എയുടെ കോളത്തിൽ നമ്മൾ എമൗണ്ട് റെക്കോർഡ് ചെയ്യുന്നു, മറ്റേ കോളത്തിൽ എമൗണ്ട്. ദെൻ അടുത്ത് നമ്മൾ പറഞ്ഞ ഐറ്റമാണ് സാലറി. സോ സാലറി റെക്കോർഡ് ചെയ്യണം ബൈ സാലറി.
രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ രണ്ടുപേരുടെ കോളം, ഇല്ലെങ്കിൽ ഒരാളുടെ കോളം. ഇതിനടുത്ത ഐറ്റം ബൈ കമ്മീഷൻ. അതുപോലെ എവനില്ല, എവന് മാത്രമാണെന്ന് വിചാരിച്ചോളൂ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഐറ്റംസ്. എവിടെ വരിക? നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാലറി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുമ്പോൾ, ഉദാഹരണം ജസ്റ്റ് നോക്കുക, 200 per month PM എന്ന് തന്നിരിക്കുന്നത്. ചിന്തിക്കുക, നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും പെർ ആനം, PA per annum, പെർ മന്ത് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? പെർ ആനം, അതായത് ഒരു വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒരു മന്ത് 200 രൂപയാണെങ്കിൽ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അറിയാമല്ലോ, ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ആ എമൗണ്ട് ഇൻറ്റു 12 ചെയ്തു. സോ 2400 വേണം നമ്മൾ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ? ഇതിലോട്ട് റെക്കോർഡ്. സോ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി വായിച്ച് നോക്കുക. പെർ മന്ത് ആണോ പെർ ആനം ആണോ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അക്കൗണ്ട്സിലോട്ട് എന്ത് ചെയ്യാവൂ? ട്രാൻസ്ഫർ ചെയ്യാവൂ. അങ്ങനെ അല്ലാതെ ചെയ്യുന്നവർക്കാണ് എന്ത് ചെയ്യുന്നത്? തെറ്റ് പറ്റുന്നത്. ചിലർ പെർ മന്ത് തന്നിരിക്കുന്ന 200 എടുത്ത് അതുപോലെ എഴുതും, കണക്ക് എന്ത് ചെയ്യും? തെറ്റും. സോ തന്നിരിക്കുന്ന സാലറിയും കമ്മീഷനും പെർ മന്ത് ആണോ പെർ ആനം ആണോ എന്നുള്ള കാര്യം നോക്കിക്കൊള്ളുക. സാലറിയിലാണ് കൂടുതലായിട്ട് വരിക, പെർ മന്ത് എന്നും പറഞ്ഞ്. ഓക്കെ ആണോ? അത്രയുമാണ് പ്രധാനപ്പെട്ട. അപ്പോൾ നമുക്ക് നോക്കാം. ക്രെഡിറ്റ് സൈഡ് വരുന്ന ഐറ്റംസ്, ഓപ്പണിംഗ് ബാലൻസ് അഥവാ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ദെൻ സെക്കൻഡ്, ആ വർഷം പുതിയ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ. ദെൻ സാലറി, ഇതാണുള്ളത് കമ്മീഷൻ. ഇനി ഞാൻ നേരെ ഇടതുവശത്തേക്ക്. ഇടതുവശം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് കുറയുന്നു. ഒറ്റ സാഹചര്യം ഏതാണ്? ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ്? ദ എമൗണ്ട് വിഡ്രോ ബൈ ഓണർ ഫോർ പേഴ്സണൽ യൂസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസ്. പേഴ്സണൽ യൂസിനോ ഡൊമസ്റ്റിക് യൂസിനോ വേണ്ടി ഓണർ ബിസിനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് പോയാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്രോയിങ്സ്. അഥവാ ഈ കിടക്കുന്ന ക്യാപിറ്റലിൽ നിന്ന് ഓണർ എന്ത് ചെയ്യുന്നു? ക്യാഷ് എടുത്തുകൊണ്ട് പോകുന്നു. സോ ഇറ്റ്സ് ഡ്രോയിങ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് കുറയുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അത് ഇടതുവശത്തേക്ക് കാണിക്കും. ഇടതുവശം എന്ന് പറയുമ്പോൾ 2 സൈഡാണ്. 2 ഡ്രോയിങ്സ്. എത്രയാണോ എമൗണ്ട്? എയും ഉണ്ട് ബിയും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? അതാത് കോളങ്ങളിൽ കൃത്യമായി റെക്കോർഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഐറ്റം, ഈ ഡ്രോയിങ്സ് എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ ബിസിനസ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം. അഥവാ അതുകൊണ്ട് തന്നെ 2 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡ്രോയിങ്സിനുള്ള ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് നോർമൽ കേസസിൽ ഒരു ബിസിനസ്സിൽ മാക്സിമം വരുന്ന കാര്യം. ഇനിയുള്ള കാര്യം അപ്പോൾ അറിയാം നിങ്ങൾക്ക്, എയും ബിയും ബിസിനസ് നടത്തണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ 2:1, 1:1, 3:1 ഇങ്ങനെ എന്തെങ്കിലും ഒരു റേഷ്യോസ് എന്തുണ്ടായിരിക്കും? ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. സപ്പോസ് ഒരു റേഷ്യോസും തന്നില്ലെങ്കിൽ നമ്മൾ അതിന് ഈക്വൽ ആയിട്ട് കണക്കാക്കും. അഥവാ 1:2. ഓക്കെ, അപ്പം ഒരു റേഷ്യോസും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്തായിട്ട് എടുക്കണം? രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. സപ്പോസ് 200 രൂപയാണ് ആ ബിസിനസ്സിന് മൊത്തത്തോടെ പ്രോഫിറ്റ് കിട്ടിയെന്ന് കരുതുക എങ്കിൽ എക്ക് എത്ര പോകും? 1% 1 പോകണം. ബിക്കും അഥവാ മൊത്തം പ്രോഫിറ്റ് ഇൻറ്റു എയുടേത് 1, 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ മൊത്തം എത്ര? 2. അഥവാ 2-ൽ 1 ആർക്ക് പോകണം? എക്ക് പോകണം. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100. അതുപോലെ ബിക്കും 200 × 1 എത്ര? 100 വെച്ച് വരുന്നു. ഓക്കെ, ഇൻ കേസ് നമുക്ക് തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ ആ വർഷത്തിൽ തൊട്ടുമുമ്പത്തെ വർഷത്തിൽ കിട്ടിയത് പ്രോഫിറ്റ് ആണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ആകുമ്പോൾ ക്യാപിറ്റൽ കൂടണം. അതുകൊണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ഏത് സൈഡിൽ പോകും? ഈ സൈഡിൽ വരും. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്താണെങ്കിൽ? പ്രോഫിറ്റ് ആണെങ്കിൽ ഈ സൈഡ് എത്രയാണോ അവരുടെ പ്രോഫിറ്റ് അത് നമ്മളവിടെ റെക്കോർഡ് ചെയ്യും. ഇൻ കേസ് സംഭവിക്കുന്നത് ലോസ് ആണെങ്കിൽ, നഷ്ടം വരുമ്പോൾ അത് ഈ സൈഡിലേക്ക് വരും. 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ലോസ്. ചിന്തിക്കുക, ഈ ഒരു സിറ്റുവേഷൻ
ഇത് രണ്ടും വരില്ല. ഇതിൽ ഒന്നെങ്കിൽ ഇതുണ്ടാവും, ഇല്ലെങ്കിൽ ഇത്. രണ്ടിലേതെങ്കിലും ഒന്ന് മാത്രമേ ഒരു ക്വസ്റ്റ്യനകത്ത് വരത്തുള്ളൂ. ഒന്നെങ്കിൽ എന്തായിരിക്കാം, ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കാം. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്രയുമാണ് നമ്മുടെ ഒരു അക്കൗണ്ട്സിന്റെ മെയിൻ എന്തെന്ന് പറയുന്നത്, നമ്മുടെ പെർഫോമ എന്ന് പറയുന്നത്. ഇനി ഇതിനെ ബാലൻസ് ചെയ്യേണ്ടിട്ടുണ്ട്. ബാലൻസിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ വർഷം ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്തിട്ടുണ്ടാവും, പെറ്റി ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്തിട്ടുണ്ടാവും, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ജസ്റ്റ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്തത് എങ്ങനെയാണ് അതുപോലെ നമ്മൾ ബാലൻസ് ചെയ്യും. സോ ബാലൻസിങ് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്, ഞാൻ ആദ്യം ഈ അക്കൗണ്ട്സിന് എ മാത്രം എടുക്കും. എയുടെ കോളത്തിൽ കൃത്യമായിട്ട് ബാലൻസ് എഴുതേണ്ട സ്ഥലത്ത് ഞാൻ വരച്ചു. ദെൻ നേരെ അതിന് ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും, രണ്ട് വശവും കൂട്ടണം. രണ്ട് വശവും എന്ത് ചെയ്യണം, രണ്ട് വശവും കൂട്ടണം. സോ ഈ സൈഡ് കൂട്ടുന്നു, ആ സൈഡും കൂട്ടുന്നു. ഇപ്പോൾ ഈ വശത്ത് കൂട്ടിയപ്പോൾ സപ്പോസ് എനിക്ക് കിട്ടിയ എമൗണ്ട് 4500 ആണെന്ന് കരുതുക. ഈ സൈഡ് കൂട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത് 7000 ആണെന്ന് കരുതുക. തിരിച്ചും വരാം, നിർബന്ധമില്ല. ഓക്കെ, സോ നമ്മൾ നോക്കേണ്ടത് രണ്ടും കൂട്ടുമ്പോൾ ഒരു കാര്യം മറക്കരുത്, രണ്ടും എയുടെ കോളമായിരിക്കണം. എ എടുത്ത് ബിയിലോട്ടും ബി എടുത്ത് എയിലോട്ടും മാറ്റി എഴുതരുത്, രണ്ടും എയുടെ കോളത്തിലാണ്. സോ ഏറ്റവും കൂടുതലുള്ളത്, എക്ക് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ 4500, ഇവിടെ 7000 സോ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ 7000 ആയതുകൊണ്ട് ആ രണ്ട് സ്ഥലത്തും ഞാൻ 7000 എഴുതുന്നു. ഓക്കെ, ദാൻ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ എടുക്കുന്നു. 7000-ൽ നിന്ന് 4500 പോയി കഴിഞ്ഞാൽ എത്ര രൂപ വരും? 2500 രൂപ ഉണ്ടാവും. ഈ 2500 രൂപ ഇപ്പം കൂടുതൽ ഈ സൈഡല്ലേ, അതുകൊണ്ട് ഈ 2500 കുറവുള്ള വശത്ത് എഴുതണം, ഈ സൈഡിലേക്ക്. ഓക്കെ, ദെൻ അതിന് നമ്മൾ കൊടുക്കുന്നു ടു ബാലൻസ് സി ബാർ ഡി. ഓക്കെ, ഈ സ്ഥലത്തായിരുന്നെങ്കിൽ ബൈ ബാലൻസ് സി ബാർ ഡി. ഇതേ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഓക്കെ, സ്വാഭാവികമായിട്ടും ഞാനിവിടെ ബിയുടെ കോളത്തിൽ എനിക്ക് ഇവിടെ 6000 കിട്ടി, ഇവിടെ എനിക്ക് 7000 കിട്ടിയത് കരുതുക. സെയിം പ്രോസസ്. ഏറ്റവും കൂടുതലുള്ളത് രണ്ട് വശത്തും ഞാൻ റെക്കോർഡ് ചെയ്യുന്നു, ദാൻ കുറച്ചെഴുതുന്നു. കുറവുള്ളത് ഈ വശത്താണ്, അതുകൊണ്ട് ഈ വശത്ത് നമ്മൾ ഓൾറെഡി ബാലൻസ് സി ബാർ ഡി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അവിടെ തന്നെ ആ എമൗണ്ട് ആയിട്ടുള്ള 1000 രൂപ ഞാൻ എഴുതുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് കരുതുന്നു. ഇതാണ് ആൻസർ ഫിഗർ എന്ന് പറയുന്നത്. ഇത് ഈ സൈഡിൽ തന്നെ വരണമെന്ന് നിർബന്ധമില്ല, ഇത് ഈ സ്ഥലത്തും വരാം. ടു ബാലൻസ് സി ബാർ ഡി, സോറി ബൈ ബാലൻസ്, ബൈ ബാലൻസ് സി ബാർ ഡി. ഏതാണോ കറസ്പോണ്ടിങ് കോളത്തിലെ എമൗണ്ട് ആ കോളത്തിലേക്ക് വരും. ഇത് രണ്ടും വരത്തില്ല, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ബാലൻസ് ചെയ്യുന്നതനുസരിച്ച്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ വരയ്ക്കുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഒന്നുകൂടെ പറയണം, ആദ്യം തൊട്ട് പറയണേ. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്? വേറെ ഒന്നുമില്ല, ബാലൻസ് ചെയ്യുമ്പോൾ ഈ വർഷം കിട്ടുന്ന ബാലൻസ് ആയിരിക്കില്ല അടുത്ത വർഷം, അതായിരിക്കില്ല അതിൻ്റെ അടുത്ത വർഷം വരുന്നത്. ഇങ്ങനെ ബാലൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇതിൽ ഒറ്റ അക്കൗണ്ടേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇപ്പം പ്രിപ്പയർ ചെയ്ത ഏത് അക്കൗണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ്. പിന്നെ അതിലുള്ള ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ് അഥവാ വാർഷികമായിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മളെവിടെ, അതായത് സാലറി, കമ്മീഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നിവ റെക്കോർഡ് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ്. ഇതാണ് എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അത് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് partners will fluctuate from time to time. This type of a capital account is known as fluctuating capital method. Under this method, only one account is prepared. Its name is a capital account. That yearly adjustment, that yearly, not yearly, yearly adjustments like drawings, interest on drawings, salary, commission, etc. are recorded in this account. ഇതാണ് നമ്മുടെ ഒരു എന്തെന്ന് പറയുക ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വരയ്ക്കുക. ഫസ്റ്റ് കോളം ഡേറ്റ് കോളം, പർട്ടിക്കുലർ കോളം,
ജേണൽ ഫോളിയോ കോളം, എമൗണ്ട് കോളം. എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ ആ പാർട്ട്നേഴ്സിനനുസരിച്ചുള്ള എമൗണ്ട് കോളം വരയ്ക്കുക. ഈ ക്വസ്റ്റ്യനിൽ 2 പാർട്ട്നേഴ്സേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ 2 കോളം. ദെൻ അതുപോലെ തന്നെ പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. ഡേറ്റ്, പർട്ടിക്കുലർ, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഇവിടെ 2 പാർട്ട്നേഴ്സ് ആണ്ട് എ ബി. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ നമ്മളിതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത്. എന്തൊക്കെയാണ്? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ്, അഥവാ അത് നമ്മൾ എഴുതിയ പേര് ബാലൻസ് ബ്രോട്ട് ഡൗൺ. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ ആരെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ ആ ക്യാപിറ്റൽ നമ്മൾ റെക്കോർഡ് ചെയ്ത പേര് ക്യാഷ്. പിന്നെ ഉള്ളത് സാലറി, കമ്മീഷൻ, ദെൻ പ്രോഫിറ്റ്. ഇത്രയും 5 ഐറ്റംസ് ആണ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട്, ഒരു ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചുള്ള ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ വലതുവശത്ത് വരും. ദെൻ ബാലൻസ്, അത് നമ്മൾ ഏത് സൈഡാണോ കൂടുതലെന്നനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ദെൻ നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് ചാടുന്നു. ക്രെഡിറ്റ് സൈഡിൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ലോസ്. 3 ഐറ്റംസ് ആണ് മാക്സിമം. അഥവാ ഡെബിറ്റ് സൈഡിൽ ജസ്റ്റ് 3 ഐറ്റംസ്. ഏറ്റവും മാക്സിമം പോയാൽ ക്രെഡിറ്റ് സൈഡിൽ മാക്സിമം പോയാൽ 5 ഐറ്റംസ്. ഇത്രയുമാണ് നമ്മുടെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടാകുന്നത്. ഓക്കെ, മെത്തേഡ് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഈ ക്ലാസ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ആൻസറുമായിട്ട് നമ്മളൊന്ന് ഇരിക്കാം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി അറിയിക്കും. അടുത്ത ക്ലാസ്സിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു പരിഹരിച്ച് തരുന്നതാണ്.